ഇടുക്കി മുല്ലപ്പെരിയാർ ഡാം തുറക്കാൻ സാധ്യത. ജലനിരപ്പ് 135.25 അടിയിലെത്തി. സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തി അധിക ജലം പുറത്തേക്ക് ഒഴുക്കുമെന്ന് സൂചന. തീരദേശത്തെ 883 കുടുംബങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ഇവരുമായി സുബിൻ തോമസ് ചേരുകയാണ്. സുബിൻ, മുല്ലപ്പെരിയാർ ഡാം തുറക്കാൻ സാധ്യത, ഇത്തരത്തിലാണ് നിർദ്ദേശം നൽകി കഴിഞ്ഞത്. മുല്ലപ്പെരിയാർ ഡാം തുറക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുള്ളൊരു നിർദ്ദേശമാണ് നിലവിൽ ഇപ്പോൾ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. ഈ 136 അടിയിലേക്ക് എത്തിയാൽ സ്പിൽവേ ഷട്ടറുകൾ താഴ്ത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുക എന്നുള്ളൊരു നിർദ്ദേശമാണ് നിലവിൽ നൽകിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് ഇതിനു മുമ്പേ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. അതായത് മഴ തുടരുന്ന സാഹചര്യം ഉണ്ടായാൽ ഈ മുല്ലപ്പെരിയാർ ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവിൽ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഈ ഡാം തുറക്കേണ്ടതായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് തമിഴ്നാട് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ മുന്നൊരുക്കങ്ങൾ ജില്ലാ ഭരണകൂടം നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു നടപടികളിലേക്ക് ജില്ലാ ഭരണകൂടം കടന്നിട്ടുള്ളത്. അതായത് നിലവിൽ ഇപ്പോൾ 135.30 അടിയിലേക്ക് ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അല്പം മുമ്പ് 135.25 അടിയിലായിരുന്നു വെള്ളം. അത് നിലവിൽ 135.30 അടിയിലേക്ക് ഉയർന്നിട്ടുണ്ട്. വരുന്ന വെള്ളത്തിന്റെ അളവ് കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് വനത്തിനുള്ളിൽ നിന്നും മഴ ശക്തമായി പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് വൃക്ഷപ്രദേശത്ത് ശക്തമായി മഴ പെയ്യുന്ന സാഹചര്യമുണ്ട്. കൂടാതെ ഒഴുകി വരുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് കടന്നിട്ടുള്ളത്. നാളെ ഈ ഡാം തുറക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള ഒരു സ്ഥിരീകരണമാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് ഈ തീരദേശവാസികളായിട്ടുള്ള 833 കുടുംബങ്ങളിലെ 3220ഓളം പേരെ ഇന്ന് രാത്രി 8 മണിക്ക് മുമ്പ് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി പാർപ്പിക്കണമെന്ന് കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇതിനായി 20ലധികം ക്യാമ്പുകളും ഒരുക്കി കഴിഞ്ഞു. ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ വൈകുന്ന സാഹചര്യമുണ്ടായാൽ കൃത്യമായ നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തെ അറിയിക്കണമെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ തീരപ്രദേശത്ത് താമസിക്കുന്ന ആളുകളെയാണ് ആദ്യഘട്ടത്തിൽ മാറ്റി പാർപ്പിക്കാൻ നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിരീക്ഷണം നടത്താൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. കൂടാതെ റവന്യൂ അധികൃതരും മറ്റ് വകുപ്പുകളും കൃത്യമായി ജാഗരൂകരായിരിക്കാനുള്ള നിർദ്ദേശവും നിലവിൽ നൽകിയിട്ടുണ്ട്. എന്തായാലും നാളെ ഈ ഡാം തുറക്കാനുള്ള സാധ്യതയാണ് എന്തായാലും ഈ ഒരു മഴ വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകുന്നതിലേക്ക് എത്തിയിട്ടുള്ളത്. അതേസമയം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളൊരു മുന്നറിയിപ്പും ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. അതായത് ഇടുക്കി ഡാമിലേക്കാണ് മുല്ലപ്പെരിയാർ ഡാം തുറന്നാൽ വെള്ളം ഒഴുകി എത്തേണ്ടതായുള്ളത്. ഈ ഡാമിൽ ഇടുക്കി ഡാമിനെ സംബന്ധിച്ച് ഈ വെള്ളം സംഭരിക്കാനുള്ള ശേഷി നിലവിലുണ്ട് എന്നുള്ളത് ഒരു കാര്യം എന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നു. ഈ സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ട, മുല്ലപ്പെരിയാർ ഡാം തുറന്നാലും കൂടുതൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ജില്ലാ ഭരണകൂടം നൽകുന്നത്. സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.